ഇന്നത്തെ നമ്മുടെ വീഡിയോ ഷുഗർ ഉള്ളവർക്കും ഷുഗർ വരാൻ ആഗ്രഹമില്ലാത്തവർക്കും ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവർക്കും ഒക്കെ എങ്ങനെ ഷുഗർ കൺട്രോൾ ചെയ്യാം, എന്തൊക്കെ ആഹാരങ്ങൾ കഴിക്കാൻ പാടില്ല, എന്തൊക്കെ ആഹാരങ്ങൾ കഴിക്കാൻ പാടുണ്ട്, അല്ലെങ്കിൽ ഒരു നോർമൽ ഡയബറ്റിക് ഡയറ്റ് എത്രയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ്. ഈ ഷുഗർ എന്ന് പറയുന്നത് എന്ത് വലിയ പ്രശ്നമാണെന്ന് വെച്ചാൽ WHO തന്നെ പറയുന്നത് 2030 ആകുമ്പോഴത്തേക്കും ഇന്ത്യൻ പോപ്പുലേഷൻ്റെ 30%, 25 തൊട്ട് 30% ആൾക്കാർക്കും ഡയബറ്റീസ് വരുമെന്നാണ്. അത്രയ്ക്ക് നല്ലതാണ് നമ്മുടെ ആരോഗ്യം. സോ അതുകൊണ്ട് ഷുഗർ ഉള്ളവർക്ക് അല്ലെങ്കിൽ ഷുഗറിൻ്റെ ഒരു ഡേഞ്ചറുള്ള, ഇപ്പോൾ ഫാമിലിയിലൊക്കെ ഷുഗറുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഡയബറ്റീസ് വരാതിരിക്കാനായിട്ട് എങ്ങനെ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യാം, എന്തൊക്കെ കഴിക്കാൻ പാടുണ്ട്, എന്തൊക്കെ കഴിക്കാൻ പാടില്ല, ഇതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൊന്ന് നോക്കാം. സാധാരണയായിട്ട് ഷുഗറുള്ള എല്ലാവരും ഏറ്റവും കൂടുതൽ കൺസേൺഡ് ആയിരിക്കും അവരുടെ കഴിക്കുന്ന ആഹാരത്തിനകത്ത് ഷുഗർ എത്രയുണ്ട് അല്ലെങ്കിൽ ചോറ് എത്രയുണ്ട് അതിനൊക്കെ കുറിച്ചിട്ടായിരിക്കും. പക്ഷേ അതല്ല ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഡയബറ്റിക് ഡയറ്റ്, അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് ആയ ഒരാൾ ഡയബറ്റിക് ആവാതിരിക്കാനുള്ള ഡയറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. 3 അതിൽ കൂടുതലുണ്ട്, എന്തായാലും ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് എല്ലാവരും പറയുന്ന പോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്, രണ്ടാമത്തെ അതിനേക്കാളും പ്രധാനമെന്ന് പറയുന്നത് ഫൈബറാണ്, മൂന്നാമത്തെന്ന് പറയുന്നത് പ്രോട്ടീനാണ്. അതിൻ്റെ കൂടെ ഫാറ്റും മിനറൽസും ഒക്കെ ഉണ്ട്. എന്നാലും ഈ 3 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ കാര്യം ഞാൻ രണ്ടാമത് പറയാം. പക്ഷേ ആദ്യം നമ്മൾ പറയേണ്ടത് ഫൈബറിനെ കുറിച്ചാണ്. കൂടുതൽ ആൾക്കാരും ഇതിനെക്കുറിച്ച് ഭയങ്കര അജ്ഞരാണ്. എന്താണ് ഫൈബറിൻ്റെ പ്രയോജനം, അല്ലെങ്കിൽ എന്താണ് ഫൈബറിന് ഡയബറ്റീസിലുള്ള ഗുണം? WHO റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ADA റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് തന്നെ ഒരാൾ ഡയബറ്റിക് ആണെന്ന് വിചാരിക്കുക, അയാൾ 1000 കാലറി കഴിക്കുന്നതിനോടൊപ്പം തന്നെ 14 ഗ്രാം ഫൈബർ കഴിക്കണമെന്നാണ്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഫൈബർ എന്ന് പറയുന്നത്. സോ ഓൺ ആൻ ആവറേജ് ഒരു മനുഷ്യനൊരു എക്സാമ്പിൾ ഒരു 60-65 കിലോ ഉള്ള ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ അയാൾ ഒരു ദിവസം ഒരു 25 മുതൽ 30 ഗ്രാം ഫൈബർ കഴിച്ചിരിക്കണം. ഫൈബറിൻ്റെ ഗുണം എന്താ ഡയബറ്റീസിൽ? ഫൈബറിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അല്ലെങ്കിൽ മനുഷ്യന്മാരിൽ ഫൈബറിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷേ ഡയബറ്റീസിനെ സംബന്ധിച്ച് ഫൈബറിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് PPBS കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് ആഹാരത്തിന് ശേഷമുള്ള പോസ്റ്റ് പ്രാൻഡിയൽ ഹൈപ്പർ ഗ്ലൈസീമിയ വരുന്നത്, അതായത് ആഹാരത്തിന് ശേഷം ഷുഗർ കൂടുന്നതിനെ കുറയ്ക്കാൻ ഫൈബർ വളരെ നല്ലൊരു കാര്യമാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത്, ഫൈബർ ചെല്ലുമ്പോഴത്തേക്കും ഫൈബർ കൂടിയ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിശപ്പ് മാറും, നമ്മുടെ ക്രേവിങ് മാറും. പക്ഷേ അതിന് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവായിരിക്കും. അതായത് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ഷുഗർ സ്പൈക്സ് ഉണ്ടാക്കുന്നത് ഫൈബറുള്ള കാർബോഹൈഡ്രേറ്റ് ഉള്ള ഫുഡിന് വളരെ കുറവായിരിക്കും. അതോടൊപ്പം തന്നെ ഫൈബർ നമ്മുടെ വയറ്റിനകത്തുള്ള ഗുഡ് ബാക്ടീരിയയ്ക്ക്, അതായത് വയറ്റിനകത്ത് നല്ല ബാക്ടീരിയയ്ക്ക് വളരെ നല്ല ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഫൈബർ കൂടിയ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ ഗുഡ് ബാക്ടീരിയ കൂടും നമ്മുടെ ഗട്ട് ഹെൽത്തിന് നല്ലതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഓവറോൾ ഹെൽത്തിനും ഭയങ്കര നല്ലതാണ്. സോ ഷുഗർ ഉള്ളവർ മസ്റ്റായിട്ട് ഒരു ദിവസം 25 ഗ്രാമെങ്കിലും ഫൈബർ കഴിച്ചിരിക്കണം. ഏതിൽ നിന്നൊക്കെ നമുക്ക് ഫൈബർ കിട്ടുന്നത്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ പച്ചക്കറികളിലും എല്ലാ ഫ്രൂട്ട്സിലും ഫൈബറുണ്ട്. ഇതെങ്ങനെ നമ്മൾ പാകം ചെയ്ത് കഴിക്കുന്നതനുസരിച്ചാണ് അത് മോശമാകുന്നോ ചീത്തയാണെന്നോ എന്നും പറയുന്നത്. ഞാൻ എൻ്റെ എല്ലാ പേഷ്യൻസിനോടും പറയാറുള്ളതാണ്, നിങ്ങൾക്ക് ഷുഗർ ഉണ്ടെന്ന് കരുതി ഫ്രൂട്ട്സ് കഴിക്കാതിരിക്കേണ്ട. ഏത്തക്കായും പഴവും അതായത് വാഴയ്ക്കകത്തു നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ഫ്രൂട്ട്സും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കഴിക്കാം. പക്ഷേ കഴിക്കുമ്പോൾ കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുക, രാവിലെ കഴിക്കുക. അതോടൊപ്പം തന്നെ ഒരിക്കലും ജ്യൂസ് അടിച്ച് കഴിക്കാതിരിക്കുക. ജ്യൂസ് അടിക്കുമ്പോൾ എന്താ കുഴപ്പം? അതിനകത്ത് ഫൈബർ കുറയും, അതിനനുസരിച്ച് അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടും. സോ അതുകൊണ്ട് ഫ്രൂട്ട്സ് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ രാവിലെ കഴിക്കണം. ജ്യൂസ് അടിക്കാതെ കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുക, പിന്നെ ഒരു ലിമിറ്റ് വെക്കുക, അത്രയേ ഉള്ളൂ. സോ അതുകൊണ്ട് ഫ്രൂട്ട്സ് ആരും കഴിക്കാതിരിക്കരുത്. ഷുഗർ ഉണ്ടെന്ന് കരുതി ഫ്രൂട്ട്സ് കഴിക്കുക. ഞാനീ പറഞ്ഞ ഫ്രൂട്ട്സ് ഒഴിച്ച് ബാക്കിയൊക്കെ കഴിക്കുക, ഒരു ലിമിറ്റഡ് അളവിൽ കഴിക്കുക, കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ കഴിക്കുക. സോ ഫൈബർ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ വെജിറ്റബിൾസ്, പ്രത്യേകിച്ചും ലെഗ്യൂംസ് ഉണ്ടല്ലോ, അതായത് പയറുവർഗ്ഗങ്ങൾ നല്ലതുപോലെ കഴിക്കുക, ലീഫി വെജിറ്റബിൾസ് നല്ലതുപോലെ കഴിക്കുക. ഇതൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ഫൈബർ റിക്വയർമെൻറ്റ് ഏകദേശം കറക്റ്റായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഫൈബർ അടങ്ങിയ സപ്ലിമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അത് എല്ലാവരും കഴിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം നമുക്ക് സിവിയർ ഗട്ട് ഇഷ്യൂ ഉള്ള, ഫോർ എക്സാമ്പിൾ എന്നും ഗ്യാസിൻ്റെ പ്രശ്നമുള്ള ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ളവരൊക്കെ ഡയബറ്റിക് കൂടെ ആണെങ്കിൽ മസ്റ്റായിട്ട് ഒരു ഫൈബറുള്ള സപ്ലിമെൻറ്റ് യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ സപ്ലിമെൻറ്റിന് വലിയ റോളൊന്നുമില്ല. ഞാനീ പറഞ്ഞ സാധനങ്ങളൊക്കെ കഴിച്ചാൽ തന്നെ ഫൈബർ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ കിട്ടും. അതൊന്ന്. രണ്ടാമത്തേതെന്ന് പറയുന്നതാണ് കാർബോഹൈഡ്രേറ്റ്. ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഷുഗർ ഉള്ളവർ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ട ഒരു സാധനമല്ല. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നു, എത്ര കഴിക്കുന്നു, എപ്പോൾ കഴിക്കുന്നു, എങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നു എന്നുള്ളതാണ് അതിലെ പ്രശ്നം. നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ട കാർബോഹൈഡ്രേറ്റ് സോഴ്സ് എന്തൊക്കെയാണ്? ഇപ്പം റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗർ, അല്ലെങ്കിൽ ബേക്കറിയിലെ സാധനങ്ങൾ, അഡിക്റ്റീവ് ആയിട്ടുള്ള ആഡഡ് ഷുഗർ, അങ്ങനെ ഭയങ്കര ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് മാത്രമാണ് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടത്. അപ്പം നമ്മൾ പഞ്ചസാര ഉപയോഗിക്കുക, വളരെ കുറച്ച് ഉപയോഗിക്കുക, ഏറ്റവും കുറച്ച് ഉപയോഗിക്കാവൂ. വല്ലപ്പോഴും മാത്രം പഞ്ചസാര ഉപയോഗിക്കുക. ഈ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന പലഹാരങ്ങൾ, ഇപ്പം ജിലേബി അല്ലെങ്കിൽ ലഡ്ഡു അതുപോലത്തെ സാധനങ്ങൾ പരമാവധി
പരമാവധി ഒഴിവാക്കുക. കാരണം എന്നാന്ന് വെച്ചാൽ അതിനകത്ത് ഗ്ലൈസെമിക് ഇൻഡെക്സ് ഭയങ്കര ഹൈ ആയിരിക്കും. സോ അതുകൊണ്ട് അത് ഒഴിവാക്കുക. ജങ്ക് ഫുഡ് ഒഴിവാക്കുക. പെട്ടെന്ന് ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂട്ടുന്ന ഈ കാർബോഹൈഡ്രേറ്റ്സ് മാത്രം ഒഴിവാക്കുക. രാവിലെയും ഇപ്പോൾ അത്യാവശ്യം ഡയബറ്റിക് കൺട്രോളൊക്കെ ഉള്ള ആളാണെങ്കിൽ രാവിലെ അരിയാഹാരം കഴിക്കാം, പക്ഷേ ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുക. രാത്രി അരിയാഹാരങ്ങൾ പരമാവധി ഒഴിവാക്കുക. ഐ വുഡ് സേ രാത്രി അരിയാഹാരം കഴിക്കാതിരിക്കുക. വേറെ ഏതെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് നോക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മില്ലറ്റോ അല്ലെങ്കിൽ റാഗിയോ, അല്ലെങ്കിൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഈ എന്താ പറയുന്നത് നമ്മുടെ ചോളത്തിൻ്റെ പുട്ടുപൊടിയൊക്കെ കിട്ടും, അതൊക്കെ ഭയങ്കര നല്ലതാണ്. സോ ഇതുപോലത്തെ സാധനങ്ങൾ രാത്രി കഴിക്കാൻ നോക്കുക. സോ കാർബോഹൈഡ്രേറ്റും കൺട്രോൾ ചെയ്താൽ മതി. ഒഴിവാക്കേണ്ട കാർബോഹൈഡ്രേറ്റ്സ് ഏതൊക്കെയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞാൽ പ്രോട്ടീനാണ്. ഇത് എല്ലാവരും മിസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ഫൈബർ ഇമ്പോർട്ടൻ്റ് ആണോ അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡയബറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നിങ്ങളോട് വെയിറ്റ് കുറയ്ക്കാൻ പറയും. അപ്പോൾ ഈ വെയിറ്റ് കുറയ്ക്കാൻ പറയുമ്പോൾ നമ്മുടെ മോശം ഫാറ്റും മോശം വെയിറ്റുമാണ് കുറയ്ക്കേണ്ടത് എന്ന് കരുതി പട്ടിണി കിടന്നിട്ട് പ്രോട്ടീൻ ലോസ് വരുത്തി വെക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആസ് വി ഏജ്, നമ്മൾ പ്രായം വെക്കുന്നതനുസരിച്ച് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ പ്രോട്ടീൻ മാസ്സാണ്, അതായത് മസിൽ സ്ട്രെങ്ത് ആണ്. കാരണം ഭാവിയിലേക്ക് നമ്മുടെ ഇഞ്ചുറീസ് കൂടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടും പിന്നെ നമ്മുടെ പ്രായമാകുമ്പോൾ നമുക്ക് എന്തായാലും ബോൺ ഡെൻസിറ്റി കുറയും. സോ ബോൺ ഡെൻസിറ്റി കുറയുമ്പോൾ ആ ബോണിൻ്റെ ഒരു സപ്പോർട്ടീവ് സ്ട്രക്ചറായിട്ട് ആക്ട് ചെയ്യേണ്ടത് നമ്മുടെ മസിൽസാണ്. സോ അതുകൊണ്ട് മസിലിന് ഏറ്റവും കൂടുതൽ വേണ്ട പ്രോട്ടീനാണ്. അതുകൊണ്ട് പ്രോട്ടീൻ എല്ലാവരും കഴിച്ചോളാം. ഐഡിയലി ഒരു അഡൽട്ടിന് 1 to 1.5 ഗ്രാം പ്രോട്ടീൻ എല്ലാ ദിവസവും പെർ kg ഞാൻ പറയുന്നത് എല്ലാ ദിവസവും വേണം. അതായത് ഒരു 60 കിലോ ഉള്ള അല്ലെങ്കിൽ 65 കിലോ ഉള്ള ഒരാളെന്ന് പറയുമ്പോൾ മിനിമം ഒരു 70 ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം വേണം. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ ഡയബറ്റിക് പേഷ്യൻ്റ് എന്നല്ല 90 മുതൽ 95% പേർക്കും ഈ പ്രോട്ടീൻ റിക്വയർമെൻറ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. പ്രോട്ടീൻ കഴിച്ചാൽ എന്തോ കിഡ്നി അടിച്ചു പോകും, അങ്ങനത്തെയൊക്കെയുള്ള മിഥ്യാധാരണകൾ കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ജിമ്മിൽ പോകുന്ന കുട്ടികൾക്ക് പോലും പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എടുക്കാൻ മാതാപിതാക്കൾ ഇന്നും സമ്മതിക്കാത്തത്. പ്രോട്ടീൻ എന്ന് പറയുന്നത് അങ്ങനെ മോശമുള്ളൊരു സാധനമല്ല. അതിപ്പം പ്രോട്ടീൻ പൗഡർ ആയാലും ശരി, പക്ഷേ അത് കറക്റ്റായിട്ട് ഉപയോഗിക്കുക, കറക്റ്റ് രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് മേക്ക് ഷുവർ നിങ്ങൾ നല്ലോണം പ്രോട്ടീൻ കഴിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നല്ല പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ബാഡ് ആയിട്ടുള്ള കൊളസ്ട്രോൾ കുറവായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം മീൻ, എത്ര വേണമെങ്കിലും മീൻ കഴിക്കാം, പക്ഷേ കുറേ മസാലയിലിട്ട് കുറേ വെളിച്ചെണ്ണയിലിട്ട് വറുത്തെടുക്കരുത്. മിനിമം മസാല, മിനിമം വെളിച്ചെണ്ണ. നമുക്ക് സാധാരണ വെളിച്ചെണ്ണ ഉപയോഗിക്കാം, വലിയ ഒലിവ് ഓയിൽ വേണമെന്ന് ഞാൻ പറയുന്നത്. സാധാരണ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത് മീൻ നല്ലതുപോലെ കഴിച്ചോളൂ, അല്ലെങ്കിൽ കറി വെച്ച് കഴിച്ചോളൂ, അല്ലെങ്കിൽ എന്താ പറയുക എയർ ഫ്രയറിനകത്ത് വെച്ച് കഴിച്ചോളൂ, അതിനൊന്നും കുഴപ്പമില്ല. മീൻ നല്ലതുപോലെ കഴിക്കുക. അതേപോലെ മുട്ട, ഈ ലോകത്തെ ഏറ്റവും നല്ല പ്രോട്ടീൻ സോഴ്സ് എന്ന് പറയുന്നത്, ഏറ്റവും ചീപ്പായിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് മുട്ടയാണ്. മുട്ട കഴിച്ചോളാം. മുട്ടയ്ക്കകത്ത് നിന്ന് കൊളസ്ട്രോൾ കിട്ടുമെന്നുള്ള സൂപ്പർസ്റ്റിഷനൊന്നും ആരും വിശ്വസിക്കേണ്ട, മുട്ട കഴിച്ചോളാം. അതുപോലെ തന്നെ നല്ല പ്രോട്ടീൻ കിട്ടാവുന്ന വേറൊരു സോഴ്സ് എന്ന് പറയുന്നത് ചിക്കനാണ്. വല്ലപ്പോഴും ചിക്കൻ കഴിക്കുക, എല്ലാ ദിവസവും കഴിക്കണമെന്ന് പറയത്തില്ല, വല്ലപ്പോഴും ചിക്കൻ കഴിക്കുക. ബീഫും മട്ടനും പരമാവധി ഒഴിവാക്കുക. മാസത്തിലൊരിക്കലോ അങ്ങനെ എന്തെങ്കിലും മാത്രം ബീഫും മട്ടനും ഒക്കെ കഴിക്കുക. സോ ഇതെല്ലാം കഴിച്ചിട്ടും നിങ്ങൾക്ക് പ്രോട്ടീൻ റിക്വയർമെൻറ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെയും കൂടെ കൺസൾട്ട് ചെയ്തിട്ട് ഒരു പ്രോട്ടീൻ പൗഡർ കഴിച്ചോളാം. ഇപ്പം ഡയബറ്റിക് ആയവർക്ക് കഴിക്കാൻ പറ്റുന്ന പ്രോട്ടീൻ പൗഡറുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഡീ പ്രോട്ടീൻ പൗഡർ അതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം പ്രോട്ടീൻ പൗഡേഴ്സ് നിങ്ങൾക്ക് മസിൽ മാസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് മസിൽ ലോസ് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും അത്തരം ഏതെങ്കിലും ഒരു പ്രോട്ടീൻ പൗഡറേയും കൂടെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ രാവിലെ പ്രോട്ടീൻ പൗഡർ കഴിക്കാം, രാവിലെ പ്രോട്ടീൻ പൗഡർ കഴിച്ചിട്ടൊരു 20 മിനിറ്റ് വർക്കൗട്ട് ചെയ്യുക. സോ അങ്ങനത്തെ കാര്യങ്ങളൂടെ ചെയ്തിട്ട് നിങ്ങളുടെ പ്രോട്ടീൻ റിക്വയർമെൻറ്റ് എന്തായാലും മീറ്റ് ചെയ്തോളുക. അപ്പം നമ്മളോട് ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരു 60 വയസ്സ് കഴിഞ്ഞ ആൾക്ക് വേണ്ട ഏറ്റവും വലിയ സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. അപ്പോൾ പ്രോട്ടീൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ ക്രിയാറ്റിനൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രോട്ടീൻ പൗഡർ കഴിച്ചോളൂ, അതിൽ യാതൊരു തെറ്റുമില്ല. അപ്പം അതുപോലത്തെ നല്ല പ്രോട്ടീൻ പൗഡേഴ്സ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് പ്രോട്ടീൻ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്ത് പോവുക. പിന്നെ നാലാമത്തെന്ന് പറഞ്ഞാൽ ഫാറ്റാണ്. ഈ എന്താ പറയുക, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണകളിലൊന്നാണ് ഈ പ്രായമായി കഴിഞ്ഞാൽ ഉപ്പും വേണ്ട കൊഴുപ്പും വേണ്ട എന്ന് പറയുന്നത്. അതും വളരെ വലിയൊരു തെറ്റാണ്. ഈ ഉപ്പെന്ന് പറയുന്നത് നമ്മളാരെ ഉപദ്രവിക്കുന്ന ഒരു സാധനമല്ല. നമുക്കൊരു റിക്വയർഡ് ഡെയിലി എമൗണ്ട് ഓഫ് ഉപ്പ് വേണം, ഇല്ലെങ്കിൽ എന്തെന്ന് പറഞ്ഞാൽ സോഡിയം കുറഞ്ഞു പോകും, നമുക്ക് ക്ഷീണം വരും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സോ അതുകൊണ്ട് ഉപ്പിൻ്റെയും ഒരു റിക്വയർഡ് മിനിമം ക്വാണ്ടിറ്റി ഉണ്ട്, അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോവുക. അതുപോലെ തന്നെയാണ് ഫാറ്റ്. നമുക്ക് എപ്പോഴും ഫാറ്റിനോട് ഭയങ്കര ദേഷ്യമാണ്. അതിൻ്റെ ആവശ്യമില്ല. നല്ല ഫാറ്റുണ്ട്, ആ ഫാറ്റ് മനുഷ്യന് ഏറ്റവും അത്യാവശ്യം വേണ്ടതുമാണ്. നമ്മുടെ ഹോർമോൺ റെഗുലേഷനും നമ്മുടെ നോർമൽ ബോഡി ഫംഗ്ഷനും ഒക്കെ ഫാറ്റ് അത്യാവശ്യമായൊരു സാധനമാണ്. ഏത് ഫാറ്റ് നമ്മൾ കഴിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട ഒരേ ഒരു ഫാറ്റേ ഉള്ളൂ, അതെന്ന് പറയുന്നത് ട്രാൻസ് ഫാറ്റാണ്. ട്രാൻസ് ഫാറ്റ് കഴിക്കുകയേ ചെയ്യരുത്. ട്രാൻസ് ഫാറ്റിനെ കുറിച്ച് ഞാൻ തന്നെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഒരു സിമ്പിളായിട്ട് പറഞ്ഞാൽ ട്രാൻസ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊതിക്ക് വേണ്ടി കഴിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, ഇപ്പം പിസ്സ, ബർഗർ, അല്ലെങ്കിൽ പരിപ്പ് വട, ഉഴുന്നുവട, അതുപോലെ ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക. അതിന് പകരം മോണോ അൺസാച്ചുറേറ്റഡും പോളി അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ് നല്ലതുപോലെ ഉപയോഗിച്ചോളുക. ഫോർ എക്സാമ്പിൾ ഇപ്പം മീൻ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ അതുപോലത്തെ സാധനങ്ങൾ നല്ലതുപോലെ
ഉപയോഗിക്കുക. വെളിച്ചെണ്ണ ഉപയോഗിക്കാം, പക്ഷേ കുറച്ചേ ഉപയോഗിക്കാവൂ. വീണ്ടും വീണ്ടും ഒരേ വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുക. ഇങ്ങനെ ഉപയോഗിച്ചാൽ ഫാറ്റ് നല്ല സാധനം തന്നെയാണ്, ഒരു എന്താ പറയുന്നത് എക്സസ് ആയിട്ട് ഉപയോഗിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഫാറ്റ് ഒരുപാട് ഇല്ലെങ്കിലും പ്രശ്നമാണ്, ഒരുപാട് കൂടിയാലും പ്രശ്നമാണ്. സോ നമ്മുടെ ഒരു മിനിമം റിക്വയർമെൻറ്റിൽ എപ്പോഴും ഫാറ്റ് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുക. അടുത്തത് വൈറ്റമിൻസ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് ആണ്. അതായത് നമുക്ക് വേണ്ട വൈറ്റമിനും മൈക്രോ ന്യൂട്രിയൻസും എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിന് എല്ലാ ന്യൂട്രിയൻസും വേണം. എന്നാലും ഒരു ഡയബറ്റിക് അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് അല്ലെങ്കിൽ ഫാമിലിയിൽ ഡയബറ്റിസ് ഹിസ്റ്ററി ഉള്ള ഒരാളെ സംബന്ധിച്ച് അവർക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂട്രിയൻസ് ആണ് ഒന്ന് മഗ്നീഷ്യം ആണ്. രണ്ടാമത്തെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അയൺ ഡെഫിഷ്യൻസി ഒരിക്കലും ഉണ്ടാവരുത്, ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ഒരിക്കലും ഉണ്ടാവരുത്. അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ കാൽസ്യവും വൈറ്റമിൻ D3 ഡെഫിഷ്യൻസിയും ഉണ്ടാകാൻ പാടില്ല. വൈറ്റമിൻ ഇ ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാലും ഈ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും ഡെഫിഷ്യൻ്റ് അല്ല എന്ന് ഉറപ്പാക്കുക. ഇതൊക്കെ ഏതൊക്കെ ഫുഡ്സിലുണ്ടെന്ന് ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വീഡിയോ നോക്കുക. പിന്നെ ഞാൻ ഈ ആദ്യം പറഞ്ഞ ഫുഡ്സ് അത്യാവശ്യം നല്ലതുപോലെ കഴിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മഗ്നീഷ്യവും കാൽസ്യവും ഒക്കെ അത്യാവശ്യം കിട്ടും. പക്ഷേ ഇടയ്ക്ക് മേക്ക് ഷുവർ ഈ ഡെഫിഷ്യൻസി ഒന്നും ഇല്ല എന്ന് ഉറപ്പാക്കാൻ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ കാര്യങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. വേറൊന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ മോണിറ്റർ ചെയ്ത് പോയി കഴിഞ്ഞാൽ വലിയ വലിയ അസുഖങ്ങൾക്ക് വേണ്ടി കുറേ മരുന്ന് കഴിക്കേണ്ടി വരത്തില്ല. ഇനി എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത് സിമ്പിളാണ്. സിഗരറ്റ് വലിക്കരുത്, മദ്യപിക്കരുത്, ഹോട്ടലിൽ പോയി ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കരുത്, ദേഷ്യപ്പെടരുത്, നല്ലതുപോലെ ഉറങ്ങുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വലിയ ഇൻസുലിനും വലിയ വലിയ ഷുഗറിൻ്റെ ഗുളികയും ഒന്നും കഴിക്കാതെ നമുക്ക് നന്നായിട്ട് ഡയബറ്റിക് കൺട്രോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് പല ഡയബറ്റീസും ക്യൂറബിളാണ്. അതായത് ട്രീറ്റബിൾ എന്നല്ല നമ്മൾ പറയുന്നത്, പൂർണ്ണമായിട്ടും മാറുന്ന ഷുഗറുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒബിസിറ്റി കൊണ്ട് വരുന്ന ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ട്. ഈ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ക്യൂറബിൾ ആയിട്ടുള്ള ഡയബറ്റീസ് ആണ് പല ആൾക്കാരിലും. നമ്മൾ കറക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്യുക, എക്സസൈസ് റൊട്ടീൻ ഫോളോ ചെയ്യുക, എന്നിട്ട് നമ്മൾ ജീവിതം അടിപൊളിയാക്കുക. അപ്പോൾ ഈ ഡോക്ടറെ ഈ മരുന്നിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല. സോ ഇത് ഈ വീഡിയോയിലെല്ലാം എനിക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ എന്തെങ്കിലും കണ്ടൻറ്റിനെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കുക. ഓക്കെ.